നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. ഡൽഹി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ ഗുരുവായൂർ ക്ഷേത്രനഗരിയിൽ പോലീസ് സുരക്ഷ ശക്തമാക്കി. സംസ്ഥാന പോലീസ് മേധാവി റവാഡ എ ചന്ദ്രശേഖരന്റെ നിർദ്ദേശപ്രകാരം ഗുരുവായൂർ ACP C പ്രേമാനന്ദകൃഷ്ണന്റെ നേതൃത്വത്തിൽ ക്ഷേത്രവും പരിസരവും ബോംബ് ഡിറ്റക്ഷൻ സ്ക്വാഡിന്റെ നിയന്ത്രണത്തിലാക്കി. പോലീസ് ഏകാദശി വിളക്കാഘോഷത്തിന്റെ ഭാഗമായി DGP അടക്കമുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഇന്നലെ ക്ഷേത്രത്തിലുണ്ടായിരുന്നു. രാജ്യതലസ്ഥാനത്തെ സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ അതീവ ജാഗ്രത പുലർത്തണമെന്ന നിർദ്ദേശത്തെ തുടർന്ന് ഗുരുവായൂരിലും സുരക്ഷ കർശനമാക്കാൻ പോലീസ് മേധാവി നിർദ്ദേശം നൽകുകയായിരുന്നു. ഇതേ തുടർന്ന് ഇന്നലെ രാത്രി മുഴുവൻ മഞ്ചുളാൽ പരിസരത്തും തൈക്കാട് ജംഗ്ഷനിലും പോലീസ് വാഹന പരിശോധന നടത്തി. ക്ഷേത്രത്തിനകത്തും പുറത്തും ബോംബ് സ്ക്വാഡ് പരിശോധന നടത്തുന്നുണ്ട്. ഏകാദശി വിളക്കാഘോഷങ്ങളുടെ ഭാഗമായി ക്ഷേത്രത്തിൽ അഭൂതപൂർവമായ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഭക്തർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലാണ് പരിശോധന നടത്തുന്നത്. ക്ഷേത്ര പരിസരത്തെ വ്യാപാര സ്ഥാപനങ്ങളും ഒറ്റപ്പെട്ട് കാണുന്ന ഭക്തരുടെ ബാഗുകളും പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ട്. കുന്നംകുളം ഉപജില്ലാ സ്കൂൾ കലോത്സവം എരുമപ്പെട്ടിയിൽ ആരംഭിച്ചു. കലാവിസ്മയങ്ങൾ പെയ്തിറങ്ങുന്ന 4 ദിനരാത്രങ്ങൾക്കാണ് എരുമപ്പെട്ടി സാക്ഷ്യം വഹിക്കുന്നത്. പതിനൊന്നാം തീയതി മുതൽ 14 തീയതി വരെയാണ് കലോത്സവം നടക്കുന്നത്. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, ഗവൺമെന്റ് LP സ്കൂൾ, നിർമ്മല ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂൾ, പ്രസിഡൻസി കോളേജ്, ഹോപ്പ് പബ്ലിക് സ്കൂൾ, സ്കൈ ഓഡിറ്റോറിയം എന്നിവിടങ്ങളിലാണ് വേദികൾ ഒരുക്കിയിട്ടുള്ളത്. 8 പ്രധാന വേദികളും ഉപവേദികളും ഉൾപ്പെടെ 15 വേദികളിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. ഇന്ന് ഓഫ് സ്റ്റേജ് മത്സരങ്ങളാണ് പ്രധാനമായി നടക്കുന്നത്. എന്നാൽ പതിവിൽ നിന്നും വ്യത്യസ്തമായി 4ാം വേദിയായ നിർമ്മല സ്കൂളിൽ നാടോടി നൃത്തവും ഹയർ സെക്കൻഡറി സ്കൂളിലെ 1ാം വേദിയിൽ ലളിതഗാന മത്സരവും നടക്കുന്നുണ്ട്. 12ാം തീയതി രാവിലെ 9:30 എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രധാന വേദിയിൽ ഉദ്ഘാടന സമ്മേളനം നടക്കും. തുടർന്ന് സ്റ്റേജ് മത്സരങ്ങൾ ആരംഭിക്കും. 89 സ്കൂളുകളിൽ നിന്നായി 7377 വിദ്യാർത്ഥികൾ കലോത്സവത്തിൽ പങ്കെടുക്കുന്നുണ്ട്. എരുമപ്പെട്ടി ദുബായ് പാലസ് ഓഡിറ്റോറിയത്തിലാണ് ഭക്ഷണശാല ഒരുക്കിയിട്ടുള്ളത്. ദിവസവും 5000 പേർക്കുള്ള ഭക്ഷണമാണ് തയ്യാറാക്കുന്നത്. കലോത്സവം ഉൾപ്പെടെയുള്ള നാടിന്റെ ഉത്സവങ്ങൾ തത്സമയം കാഴ്ചക്കാരുടെ മുന്നിലേക്ക് എത്തിക്കുവാൻ CCTV നടത്തുന്ന പ്രവർത്തനം മാതൃകാപരമാണെന്ന് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ പറഞ്ഞു. എരുമപ്പെട്ടിയിൽ നടക്കുന്ന ഉപജില്ലാ കലോത്സവം കാണാൻ എത്തിയതായിരുന്നു അദ്ദേഹം. കലോത്സവ നഗരിയിൽ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ എത്തിയിട്ടുണ്ട്. നമുക്കറിയാം, അദ്ദേഹം ഒരു ജനപ്രതിനിധി മാത്രമല്ല, തികഞ്ഞ ഒരു കലാകാരനും കലാ ആസ്വാദകനും കൂടിയാണ്. ഈ കലോത്സവ വിശേഷങ്ങൾ അദ്ദേഹം കണ്ട കാഴ്ചകൾ നമുക്ക് അദ്ദേഹത്തോടൊന്ന് ചോദിച്ച് അറിയാം. എങ്ങനെയുണ്ടായിരുന്നു ആദ്യ ദിവസം? ഏതാണ്ട് 10 വർഷത്തിനു ശേഷമാണ് എരുമപ്പെട്ടിയിൽ ഈ കലോത്സവം എത്തുന്നത്. ഇന്നു മുതൽ 4 ദിവസമാണ് കലോത്സവം നമ്മുടെ എരുമപ്പെട്ടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലും അതുപോലെ തന്നെ പരിസര വേദികളിലുമൊക്കെ ആയി നടക്കുന്നത്. ഇന്ന് ഓഫ് സ്റ്റേജ് മത്സരങ്ങളാണ് കൂടുതൽ എങ്കിലും ചില വേദികളിൽ നാടോടി നൃത്തം അതുപോലെ തന്നെയുള്ള ചില സ്റ്റേജ് പരിപാടികളും നടക്കുന്നുണ്ട്. അപ്പോൾ നാടോടി നൃത്തമൊക്കെ ഇപ്പോൾ കണ്ടുനോക്കുമ്പോൾ വളരെ മികച്ച രീതിയിലുള്ള വളരെ നിലവാരം പുലർത്തിയ നാടോടി നൃത്തവും അതുപോലെയൊക്കെ നമുക്ക് സ്റ്റേജിലും ഒക്കെ കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും ഇത് എരുമപ്പെട്ടിയെ സംബന്ധിച്ച് വലിയൊരു ഉത്സവമാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് CCTV എല്ലാ വർഷങ്ങളിലും എല്ലാ സബ് ജില്ലകളിലും കലോത്സവങ്ങളും വളരെ നന്നായി സംപ്രേഷണം ചെയ്യുന്ന ഒന്നാണ്. നാളെ മുതലാണ് ലൈവായിട്ട് ഇതിടുന്നതായിട്ട് നമ്മൾ അറിയിച്ചുള്ളത്. എന്തായാലും എല്ലാവരും എരുമപ്പെട്ടിയിലേക്ക് ഇത് കാണാൻ വരണം എന്നുള്ളതാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അദ്ദേഹം എല്ലാ കലോത്സവത്തിനും ഉപജില്ലയായാലും ജില്ലയായാലും കലോത്സവമായാലും ഒക്കെ എത്താറുള്ള ആളാണ്. അദ്ദേഹം വലിയ ഒരു കലാകാരനാണ്, ചിത്രകല ആർട്ടിസ്റ്റ് കൂടിയാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിന് CCTVയുടെ നന്ദി അറിയിക്കുകയാണ്. പെരുമ്പിലാവ് കൊരട്ടിക്കരയിൽ KSRTC ബസും സ്വകാര്യ ബസും കൂട്ടിയിടിച്ച് അപകടം. ആർക്കും പരിക്കില്ല. കൊരട്ടിക്കര ഗവൺമെന്റ് UP സ്കൂളിന് മുമ്പിൽ ചൊവ്വാഴ്ച രാവിലെ 10 മണിയോടെയാണ് അപകടം നടന്നത്. എറണാകുളത്തു നിന്നും കോഴിക്കോട്ടേക്ക് പോയിരുന്ന KSRTC ബസും തൃശ്ശൂരിൽ നിന്നും കോഴിക്കോട്ടേക്ക് പോയിരുന്ന സ്വകാര്യ ബസുമാണ് അപകടത്തിൽപ്പെട്ടത്. കുന്നംകുളം പോലീസും ഹൈവേ പോലീസും സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. ഗുരുവായൂർ ഏകാദശി വിളക്കാഘോഷങ്ങളുടെ ഭാഗമായി ക്ഷേത്രത്തിൽ പോലീസ് വിളക്കാഘോഷിച്ചു. കാഴ്ചശീവേലിക്ക് കക്കാട് രാജപ്പൻ മാരാരുടെ നേതൃത്വത്തിലുള്ള മേളം അകമ്പടിയായി. തുടർന്ന് നടപ്പന്തലിലും മേളമുണ്ടായിരുന്നു.
സന്ധ്യയ്ക്ക് പനമണ്ണ ശശി, കക്കാട് അതുൽ എന്നിവരുടെ ഡബിൾ തായമ്പകയും നടന്നു. മേൽപുത്തൂർ ഓഡിറ്റോറിയത്തിൽ രാവിലെ മുതൽ പോലീസ് കുടുംബാംഗങ്ങളുടെ കലാപരിപാടികൾ അരങ്ങേറി. വൈകിട്ട് നടന്ന സാംസ്കാരിക സായാഹ്നം സംസ്ഥാന പോലീസ് മേധാവി റവാഡ എ ചന്ദ്രശേഖർ ഉദ്ഘാടനം ചെയ്തു. ഉയർന്ന റാങ്കിലുള്ളവരടക്കമുള്ള പോലീസുകാരും വിരമിച്ചവരും കുടുംബാംഗങ്ങളും ആഘോഷത്തിൽ പങ്കാളികളായി. കാട്ടകമ്പാൽ പഞ്ചായത്തിലെ ചിറക്കുളത്തിന്റെ ഒന്നാംഘട്ട സൗന്ദര്യവൽക്കരണത്തിന്റെ ഉദ്ഘാടനം നടത്തി. ജലരക്ഷ ജീവരക്ഷ എന്ന ലക്ഷ്യത്തോടെ ചൊവ്വനൂർ ബ്ലോക്ക് പഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 4,67,000 രൂപ ചെലവഴിച്ചാണ് കുള പരിസരം സൗന്ദര്യവൽക്കരിച്ചത്. കാട്ടകമ്പാൽ പഞ്ചായത്ത് പ്രസിഡന്റ് ES രേഷ്മ ടീച്ചറുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് ഉദ്ഘാടനം ചെയ്തു. രണ്ടാംഘട്ട പ്രവർത്തനത്തിനായി 5 ലക്ഷം രൂപ കൂടി അനുവദിച്ചതായി ആൻസി വില്യംസ് പറഞ്ഞു. ചടങ്ങിൽ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ ഷീജ സുഗതൻ, മിൻഡോറിനി, ബിന്ദു മനോഹരൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം TS മണികണ്ഠൻ, മെമ്പർ യദു കൃഷ്ണൻ, സന്തോഷ് കൊളത്തേരി എന്നിവർ സംസാരിച്ചു. കാടുമൂടി ഉപയോഗശൂന്യമായി കിടന്നിരുന്ന കുളം നവീകരിക്കാൻ മുൻകൈയെടുത്ത ബ്ലോക്ക് പഞ്ചായത്ത് അംഗം TS മണികണ്ഠനെ താഴെച്ചിറ കൂട്ടായ്മ ചടങ്ങിൽ അനുമോദിച്ചു. പെങ്ങാമുക്ക് ഗ്രാമത്തിന്റെ സുവർണകുമാരനായി വേദുനാഥ്. ഇത്തവണത്തെ സംസ്ഥാന കായികമേളയിൽ കൂടി സ്വർണം നേടിയതോടെ ദേശീയ തലത്തിലടക്കം 7ഓളം സ്വർണ്ണ മെഡലുകളാണ് വേദുനാഥ് തന്റെ ചെറിയ പ്രായത്തിൽ വാരിക്കൂട്ടിയത്. കഴിഞ്ഞ മാസം തിരുവനന്തപുരത്ത് വെച്ച് നടന്ന മേളയിൽ ജൂനിയർ മെയ്പയറ്റിലാണ് തൃശൂർ ജില്ലയ്ക്ക് വേണ്ടി വേദുനാഥ് സ്വർണം കരസ്ഥമാക്കിയത്. 6 വയസ്സു മുതൽ കളരിപ്പയറ്റ് അഭ്യസിക്കുന്ന വേദുനാഥ് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിലും നാഷണൽ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിലും സംസ്ഥാന കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിലും ഒട്ടേറെ തവണ സ്വർണ്ണ മെഡൽ ജേതാവാണ്. അരുവായി VKM കളരിയിലെ MB വിനോദ് കുമാർ ഗുരുക്കളുടെ കീഴിലാണ് കളരി പഠനം. കളരിപ്പയറ്റിനു പുറമെ ക്രിക്കറ്റിലും കഴിവ് തെളിയിച്ചിട്ടുണ്ട് ഈ ജൂനിയർ പ്രതിഭ. KCA അണ്ടർ 14 സംസ്ഥാന ക്രിക്കറ്റ് B ടീമിൽ കഴിഞ്ഞ വർഷം അംഗമായിരുന്നു. അണ്ടർ 14, അണ്ടർ 16 ജില്ലാ ടീമുകളിലും കളിച്ചിട്ടുണ്ട്. കത്തോലിക്ക സഭ വിശുദ്ധനായി പ്രഖ്യാപിച്ച ദേവസഹായം പിള്ളയെക്കുറിച്ച് മലയാളത്തിൽ ആദ്യമായി നിർമ്മിച്ച ഡോക്യുമെന്ററിയിൽ കളരി അഭ്യാസിയായ ദേവസഹായം പിള്ളയുടെ ബാല്യകാലം അവതരിപ്പിച്ചത് വേദുനാഥാണ്. കുന്നംകുളം ഗവൺമെന്റ് ബോയ്സ് സ്കൂളിൽ 9ാം ക്ലാസ് വിദ്യാർത്ഥിയായ വേദുനാഥ് ഇത്തവണ ജില്ലാ കായികമേളയുടെ ഭാഗമായ സ്കൂൾ ക്രിക്കറ്റിലും തൃശൂർ ജില്ലയെ പ്രതിനിധീകരിച്ചിരുന്നു. മുണ്ടൂർ ആത്രേയ ക്രിക്കറ്റ് അക്കാദമിയിലാണ് ക്രിക്കറ്റ് പരിശീലിക്കുന്നത്. കളരി ഗുരുക്കൾ വിനോദ് കുമാർ, ആത്രേയ അക്കാദമിയിലെ കോച്ച് ഹൈദർ അലി, ക്രിക്കറ്റ് പരിശീലകൻ US സലിം, ബോയ്സ് സ്കൂളിലെ കായിക അധ്യാപകൻ ശ്രീനിഷ് മാസ്റ്റർ തുടങ്ങിയവരാണ് വേദുനാഥിന്റെ നേട്ടങ്ങൾക്കു പിന്നിൽ പ്രവർത്തിച്ചത്. പെങ്ങാമുക്ക് കൂനത്ത് രവീന്ദ്രനാഥിന്റെയും രമ്യയുടെയും മകനാണ്. ബിടെക് വിദ്യാർത്ഥിയായ ആദിനാഥ് കൂനത്ത് സഹോദരനാണ്. വേദുനാഥ് കൂനത്തിനെ CPIM പെങ്ങാമുക്ക് ബ്രാഞ്ച്, കോൺഗ്രസ് പെങ്ങാമുക്ക് കമ്മിറ്റി, കടവല്ലൂർ കൊള്ളഞ്ചേരി പാടശേഖര സമിതി എന്നിവർ അനുമോദിച്ചു. LDF കാട്ടകമ്പാൽ പഞ്ചായത്ത് കമ്മിറ്റി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കുന്ന പ്രകടന പത്രികയിലേക്ക് പൊതുജനങ്ങൾക്ക് നിർദ്ദേശങ്ങൾ സമർപ്പിക്കാം. ഇതിനായി ചിറക്കൽ സെന്ററിൽ നിർദ്ദേശപ്പെട്ടി സ്ഥാപിച്ചു. CPIM ജില്ലാ കമ്മിറ്റി അംഗം MN സത്യൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് ഓഫീസിന് മുന്നിലും ജെറുസലേം സെന്ററിലും കൂടി നിർദ്ദേശപ്പെട്ടി സ്ഥാപിക്കുമെന്ന് സത്യൻ പറഞ്ഞു. NCP പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് PC സണ്ണി അധ്യക്ഷത വഹിച്ചു. ഏരിയ കമ്മിറ്റി അംഗം NK ഹരിദാസൻ, ലോക്കൽ സെക്രട്ടറി VK ബാബുരാജ്, LDF പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി TC ചെറിയാൻ എന്നിവർ സംസാരിച്ചു. വേലൂർ കണ്ടംകുളങ്ങര ശിവക്ഷേത്രത്തിൽ മഹാശിവപുരാണ ഏകദശാഹ യജ്ഞത്തിന് നവംബർ 12 ബുധനാഴ്ച തുടക്കമാകും. 23-ാം തീയതി വരെയാണ് യജ്ഞം നടക്കുക. ശിവഭഗവാന്റെ മഹത്വവും ലീലകളും ഉപദേശങ്ങളും വിശദീകരിക്കുന്നതാണ് മഹാശിവപുരാണ ഏകദശാഹ യജ്ഞം. ശിവപുരാണം ശ്രവിക്കുന്നതിലൂടെയും യജ്ഞം നടത്തുന്നതിലൂടെയും ഭക്തിയും ശാന്തിയും കുടുംബസമൃദ്ധിയും നേടുമെന്നാണ് വിശ്വാസം. ബുധനാഴ്ച വേലൂർ അയ്യപ്പ ക്ഷേത്രത്തിൽ നിന്നും വിഗ്രഹഘോഷയാത്ര ആരംഭിച്ച് കണ്ടംകുളങ്ങര ക്ഷേത്രത്തിൽ സമാപിക്കും. തുടർന്നു നടക്കുന്ന ചടങ്ങ് തെക്കേമഠം ദേവസ്വം ചെയർമാൻ വടക്കുംപാട്ട് നാരായണൻ ഉദ്ഘാടനം ചെയ്യും. സ്വാമി കൃഷ്ണാനന്ദ സരസ്വതിയാണ് യജ്ഞാചാര്യൻ. ആചാര്യൻ ശ്രീധരൻ നമ്പ്യാർ വേലൂർ പാരായണം നടത്തും. കാരാംകുറിശി ഗിരീഷ് ശർമ്മ സഹ ആചാര്യനാകും. ശിവപുരാണ പാരായണ ദിവസങ്ങളിൽ രാവിലെയും ഉച്ചയ്ക്കും ഭക്ഷണവും ഉണ്ടാകും. ചടങ്ങുകൾക്ക് കണ്ടംകുളങ്ങര ക്ഷേത്രം ഭാരവാഹികളും മാതൃസമിതി അംഗങ്ങളും നേതൃത്വം നൽകും.
ലയൺസ് ക്ലബ്ബ് ഗുരുവായൂർ ടെമ്പിൾ സിറ്റി ഫാമിലി മീറ്റ് ഗുരുവായൂർ കച്ചേരിപ്പടിയിലുള്ള ലോഡ് ഷൈൻ റിസോർട്ടിൽ സംഘടിപ്പിച്ചു. ലയൺസ് ക്ലബ്ബ് ഗുരുവായൂർ ടെമ്പിൾ സിറ്റി പ്രസിഡന്റ് ജെയ്സൺ ആളൂക്കാരൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്കൻഡ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ KM അഷ്റഫ് മുഖ്യാതിഥിയായി. റീജിയണൽ ചെയർപേഴ്സൺ ഗിൽബർട്ട് പാറമേൽ, സോൺ ചെയർപേഴ്സൺ CP ജോയ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ചാവക്കാട് കൺസോൾ മെഡിക്കൽ ചാരിറ്റബിൾ ട്രസ്റ്റിന് ഡയാലിസിസ് ഫണ്ട് കൈമാറി. തൃശൂർ കോർപ്പറേഷനുമായി സഹകരിച്ച് തൃശൂർ റീജിയണൽ ലയൺസ് ക്ലബ്ബ് 360 ദിവസവും ശക്തൻ സ്റ്റാൻഡിൽ നടത്തുന്ന സൗജന്യ ഭക്ഷണ വിതരണ പദ്ധതിയായ മന്നയിലേക്കുള്ള ക്ലബിന്റെ വിഹിതവും കൈമാറി. ക്ലബ്ബ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന 2 ഭവനങ്ങളിൽ ആദ്യത്തെ വീടിന്റെ താക്കോൽദാനം ജനുവരിയിൽ നടത്തുമെന്ന് പ്രസിഡന്റ് അറിയിച്ചു. ക്ലബ് സെക്രട്ടറി ബോസ് വാഴപ്പള്ളി, കോർഡിനേറ്റർ ഡാഡി തോമസ്, മുൻ പ്രസിഡന്റ് ജോസ് ഫ്രാൻസിസ്, മുരളീധരൻ, വിനു റാഫേൽ എന്നിവർ നേതൃത്വം നൽകി. കോക്കൂർ AHM ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എടപ്പാൾ ഉപജില്ല കേരള സ്കൂൾ കലോത്സവത്തിന് തിരിതെളിഞ്ഞപ്പോൾ സ്വാദേറിയ ഭക്ഷണമൊരുക്കി പാചകപ്പുര സജീവമായി. 4 ദിവസങ്ങളിലായി നടക്കുന്ന കലോത്സവത്തിൽ 5000 പേർക്കാണ് ഭക്ഷണം നൽകുക. സംഘാടക സമിതിയിലെ 50ഓളം പേരും NSS SPC അംഗങ്ങൾ എന്നിവരുടെ സഹായത്തോടെ 5 കൗണ്ടറുകളിലായാണ് ഭക്ഷണ വിതരണം. പാചക വിദഗ്ധൻ തവനൂർ മണി പാലാട്ടിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത്. ഫുഡ് കമ്മിറ്റി ചെയർമാൻ കുഞ്ഞു, കൺവീനർ മുഹമ്മദ് ജലീൽ, ജോയിന്റ് കൺവീനർമാരായ രഞ്ജിത്ത് അടാട്ട്, S അശ്വതി, CS മനോജ് തുടങ്ങി ഭക്ഷണ കമ്മിറ്റി അംഗങ്ങളും നേതൃത്വം നൽകി. പാലക്കാട് നടന്ന സംസ്ഥാന ശാസ്ത്രമേളയിൽ സ്കൂൾ സ്കിൽ ഫെസ്റ്റ് വിഭാഗത്തിൽ ഇന്നോവേഷൻ മത്സരത്തിൽ സഞ്ചരിക്കുന്ന ചാർജിംഗ് സ്റ്റേഷന് വിഭാവനം നൽകിക്കൊണ്ട് 1ാം സ്ഥാനം നേടിയിരിക്കുകയാണ് കടപ്പുറം ഗവൺമെന്റ് VHSS സ്കൂളിലെ 2ാം വർഷ വിദ്യാർത്ഥികൾ. മുബഷീർ, PR ആര്യൻ, AS റിഫാൻ എന്നിവരാണ് ഇലക്ട്രിക്കൽ വിഭാഗം അധ്യാപകനായ യദുകൃഷ്ണന്റെ നേതൃത്വത്തിൽ 1 മാസം കൊണ്ട് പവർ ഓൺ വീൽസ് നിർമ്മിച്ചെടുത്തത്. KSEBയുടെ പുതിയ താരിഫ് പ്രകാരം പകൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി പ്രത്യേക ലിഥിയം ബാറ്ററി അടങ്ങിയ വാഹനങ്ങളിലേക്ക് നിറയ്ക്കുകയും വൈകുന്നേരങ്ങളിൽ സഞ്ചരിക്കുന്ന റെസ്റ്റോറന്റ് എന്ന രീതിയിൽ ചായ കുടിക്കുവാൻ വരുന്ന വ്യക്തികൾക്ക് ഇലക്ട്രിക് വാഹനം ചാർജ് ചെയ്യാവുന്ന സംവിധാനമാണ് പവർ പീടിക. KSRTCയുടെ പഴയ ബസ്സിൽ KSEBയുടെ സഹായത്താൽ സോളാർ ബാറ്ററി എന്നിവ സ്ഥാപിച്ച് KTDC വിഭാഗത്തിന്റെ ആഹാര റെസ്റ്റോറന്റ് സഞ്ചരിക്കുന്ന ഫുഡ് ട്രക്കാക്കി മാറ്റിയെടുക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. കൂടാതെ ഓൺലൈനിൽ ബുക്ക് ചെയ്യുന്നതിനനുസരിച്ച് ജനറേറ്ററിന് പകരമായി ഉപയോഗിക്കാവുന്ന ഇലക്ട്രിക്കൽ പവർ ബുക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് എത്തിക്കുന്ന സംവിധാനവും ഇതിലുണ്ട്. ബുക്കിംഗിനു വേണ്ടിയുള്ള സോഫ്റ്റ്വെയർ, ഡ്രൈവർക്ക് റീചാർജിംഗ് ഓൺ ചെയ്യാനുള്ള കാർഡുകൾ, 6 മണിക്ക് വൈദ്യുതി ബന്ധം വിച്ഛേദിക്കാനുള്ള പ്രത്യേക സോഫ്റ്റ്വെയറുകൾ എന്നിവ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചു. വിദ്യാലയത്തിൽ പവർ പീടിക, പവർ ഓൺ വീൽസിന്റെ പ്രദർശനവുമുണ്ടായി. ചാവക്കാട് ഉപജില്ലാ കലോത്സവത്തിൽ UP വിഭാഗത്തിൽ പൊന്നിയൂർക്കുളം രാമരാജ സ്കൂളിന് ഓവറോൾ 3ാം സ്ഥാനം ലഭിച്ചു. വിജയാഘോഷത്തിന്റെ ഭാഗമായി വാദ്യമേളങ്ങളോടെ വടക്കേക്കാട് നിന്ന് ആൽത്തറയിലേക്ക് റാലി നടത്തി. രക്ഷിതാക്കളും വിദ്യാർത്ഥികളും അധ്യാപകരും PTA അംഗങ്ങളും റാലിയിൽ പങ്കെടുത്തു. പായസ വിതരണവും നടത്തി. ചാലിശ്ശേരി മുലയമ്പറമ്പത്തുകാവ് മുഴുവൻ വിളക്ക് പന്തലിന്റെ കാൽനാട്ടൽ നടത്തി. നവംബർ 29 ശനിയാഴ്ചയാണ് അയ്യപ്പൻ വിളക്ക്. അകമല ശ്രീ ധർമ്മശാസ്ത്ര വിളക്ക് സംഘമാണ് വിളക്കു പാർട്ടി. വിളക്ക് കമ്മിറ്റി രക്ഷാധികാരി സുബ്രഹ്മണ്യൻ കടവാരത്ത്, പ്രസിഡന്റ് കുട്ടൻ ആലിക്കര, സെക്രട്ടറി ഭാസ്കരൻ ആലിക്കര, ട്രഷറർ PC ചന്ദ്രൻ, ജോയിന്റ് സെക്രട്ടറി CV മണികണ്ഠൻ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ കാൽനാട്ടൽ ചടങ്ങിൽ പങ്കെടുത്തു. കോട്ടോൽ സ്വദേശിയായ യുവാവ് ഷാർജയിൽ വെച്ച് മരിച്ചു. കോട്ടോൽ പത്തങ്ങാടി ഒല്ലാശ്ശേരി ഉമർ മകൻ ഹസീബ് ആണ് മരിച്ചത്. 40 വയസ്സായിരുന്നു. അവധി ദിവസം അലൈനിലെ കൂട്ടുകാരുടെ റൂമിലെത്തി ഷാർജയിലെ ജോലിസ്ഥലത്തേക്ക് മടങ്ങും വഴിയാണ് മരണം സംഭവിച്ചത്. ഷാർജയിൽ 10 വർഷത്തിലധികമായി റഷ്യൻ കമ്പനിയിൽ സെയിൽസ് വിഭാഗത്തിൽ ജോലി ചെയ്തു വരികയായിരുന്നു. 1 മാസം മുമ്പാണ് നാട്ടിൽ വന്ന് ഷാർജയിലേക്ക് മടങ്ങിയത്. മൃതദേഹം അജ്മാൻ ഖലീഫ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ആസിയ മാതാവും മുഹസിന ഭാര്യയുമാണ്. യുസ്ര, സഹറ, മിർഹ എന്നിവർ മക്കളാണ്. മൃതദേഹം നാട്ടിലെത്തിച്ച് കോട്ടോൽ ജുമാത്ത് മസ്ജിദ് ഖബർസ്ഥാനിൽ ഖബറടക്കം നടത്തും. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 11,575 രൂപ, പവന് 92,600 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 165 രൂപ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.